ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞ 7 മൊഴികളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയാണല്ലോ. അതിൽ ഒന്നാമത്തെ മൊഴിയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യഹൂദന്മാർ അവരുടെ രക്ഷകനായി ഒരു മശിഹ വരുമെന്ന് പ്രവാചകന്മാരിലൂടെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ തങ്ങളുടെ മുൻപിൽ ജീവിച്ച യേശു സാക്ഷാൽ മശിഹായാണെന്ന് ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ അവർ തയ്യാറായില്ല. എന്നാൽ ആരെങ്കിലും അത് വിശ്വസിച്ചു എങ്കിൽ ആ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു. ഇവൻ ക്രിസ്തുവാണെന്നും ദൈവപുത്രനാണെന്നും സ്വയം പറഞ്ഞുകൊണ്ട് ദൈവദൂഷണം പറയുന്നു എന്ന കുറ്റം ആരോപിച്ചിട്ടാണ് ജനം യേശുവിനെ ന്യായാധിപ സംഘത്തിന് മുൻപിൽ ഏൽപ്പിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെ യേശുവിനെതിരായി ഉണ്ടായിട്ടും കള്ളസാക്ഷികൾ ഒരുപാടുണ്ടായിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. എന്നാലും ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് യേശുവിനെ ക്രൂശുമരണത്തിന് വിധിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. ഇതിൽ നിന്നും രക്ഷ നേടാൻ യേശുവിന് കഴിയുമായിരുന്നു എങ്കിലും നമ്മുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരമായി യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം ലഭിക്കുന്നതിനായി ഈ വേദനകളെല്ലാം സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. യേശുവിനെ ക്രൂശിച്ച ശേഷം നീ ക്രിസ്തുവെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വായെന്ന് യഹൂദന്മാർ പരിഹാസത്തോടെ വിളിച്ചു പറയുന്നു. ഇതിനു മറുപടിയായി വില്യം ബൂത്ത് പറഞ്ഞിട്ടുള്ളത്, യേശുവെ, അവിടുന്ന് ക്രൂശിൽ നിന്നും ഇറങ്ങി വരാത്തതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നുവെന്നാണ്. അങ്ങ് ക്രൂശിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു എങ്കിൽ ഞങ്ങളുടെ രക്ഷ സാധ്യമാകുമായിരുന്നില്ല എന്ന്. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ക്രിസ്തു ക്രൂശിലെ മൊഴികൾ ആരംഭിക്കുന്നത്. കുട്ടിയായിരുന്നപ്പോൾ ദേവാലയത്തിൽ വെച്ച് എൻ്റെ പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കേണ്ടതല്ലയോ എന്ന് പറയുന്നതിലൂടെ പിതാവും യേശുവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 70-ാം വാക്യം വായിക്കുമ്പോൾ, നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന്, നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്ന് യേശു പറയുന്നു. പുതിയ നിയമത്തിൽ പല ഭാഗം വായിക്കുമ്പോഴും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പിതാവാണെന്ന് യേശു ശക്തമായി പ്രബോധിപ്പിക്കുന്നു. യേശു ക്രൂശിൽ കിടന്നു പറഞ്ഞ 7 മൊഴികളിൽ ആദ്യത്തെ 3 തനിക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. 1-ാമത്തെയും 4-ാമത്തെയും 7-ാമത്തെയും മൊഴികൾ പിതാവിനോടുള്ള സംസാരമാണ്. 2-ാമത്തേത് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട സ്വന്തം തെറ്റുകളിൽ അനുതപിച്ച കള്ളന് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. 3-ാമത്തേത് തൻ്റെ അമ്മയോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു വചനം. 4-ാമത്തെയും 5-ാമത്തെയും മൊഴികൾ തനിക്ക് തന്നെ ഉള്ളതാകുമ്പോൾ 6-ാമത്തെയും 7-ാമത്തെയും മൊഴികൾ ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം തന്നെയായിരുന്നു. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നതും ഇതുതന്നെയാണ്. യഹൂദന്മാർ ചെയ്യുന്നത് എന്ത് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്നാണ്. യെശയ്യാവ് 53-ാം അധ്യായം 12-ാം വാക്യമാണ് ഇവിടെ നിവർത്തിയാകുന്നത്. അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നു എന്നത്. പാപികൾക്ക് വേണ്ടി ദൈവമുൻപാകെ ഇടനിൽക്കുന്ന നിമിഷങ്ങൾ, നമ്മുടെ പാപങ്ങൾക്ക് പകരക്കാരനായി ശിക്ഷ അനുഭവിക്കുന്ന നിമിഷങ്ങൾ. ആ ഒരു നിമിഷത്തിലാണ് യേശു പറയുന്നത്, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആദ്യ മൊഴി അത് എത്രമാത്രം മഹത്വമുള്ളതാണെന്ന് നമുക്കറിയാം. ദൈവനീതി നിറവേറ്റി മനുഷ്യർക്ക് നീതിപൂർവമായ രക്ഷ നൽകുവാൻ ക്രിസ്തു തയ്യാറായി. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം പാപികൾക്ക് ഗുണകരമായി തീരട്ടെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എബ്രായ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാബേലിൻ്റെ രക്തം നീതിക്കും പ്രതികാരത്തിനുമായി നിലവിളിച്ചതായി നാം കാണുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം തന്നെ കൊല്ലുന്നവർക്കും ലോകത്തിലെ സകല മനുഷ്യർക്കുമായി ഗുണകരമായി സംസാരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പാപക്ഷമയുടെ മാർഗം ക്രൂശിൽ തുറക്കപ്പെട്ടത്. പരസ്പരം തെറ്റുകൾ ക്ഷമിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാട്ടിത്തരികയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ പലരുടെയും ക്ഷമയില്ലായ്മ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് നിരപരാധികളുടെ മരണത്തിന് വരെ അത് കാരണമായി തീരുന്നു എന്ന് നമുക്ക് അറിയാം. തൻ്റെ ഭർത്താവിനെയും മക്കളെയും മരണത്തിനിരയാക്കിയവരോട് ക്ഷമിക്കാൻ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ തയ്യാറാകുമ്പോൾ ആ ക്ഷമ കാരണം പലരും ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വരാനിടയായി. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ
ആ തെറ്റ് ക്ഷമിക്കുക എന്നത് ദൈവികമാണ്. ക്രൂശീകരണ വേളയിൽ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലും അധികം വേദനകൾ സഹിക്കേണ്ടി വന്നു. എങ്കിലും ലോകരക്ഷകനായ ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി എല്ലാം സഹിക്കുകയായിരുന്നു. യേശുവിനെ ദ്രോഹിച്ച ജനങ്ങളോട് അവിടുന്ന് ക്ഷമിച്ചു കഴിഞ്ഞു. എന്നാൽ അവർക്ക് ശിക്ഷ ലഭിക്കാതിരിക്കണമെങ്കിൽ തൻ്റെ പിതാവും അവരോട് ക്ഷമിക്കണം. കഠിനമായ വേദനയിലും യേശു തൻ്റെ പിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയുക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൽ ഒരു പങ്ക് നീയും വഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോടും ക്ഷമിക്കുവാൻ യേശു തയ്യാറാണ്. അനുദിനം നമ്മിലുണ്ടാകുന്ന എല്ലാ തെറ്റുകളും പാപങ്ങളും ക്ഷമിക്കുവാൻ അവിടുന്ന് തയ്യാറാണെങ്കിൽ ഇതിലും ഉപരിയായി എന്ത് സുവാർത്തയാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ വലിയ തെറ്റുകളെ ദൈവം നമ്മോട് ക്ഷമിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരിലെ തെറ്റുകളെ ക്ഷമിക്കുവാൻ നമുക്കും കഴിയണം. മാനുഷികമായ പല ബലഹീനതകളുമുള്ളവരാണ് നമ്മൾ. മറ്റുള്ളവർ ഒരുപാട് ദ്രോഹങ്ങൾ നമുക്കെതിരെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ക്ഷമിച്ചേക്കാം. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു നിമിഷം ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. യേശുനാഥൻ നമുക്കായി സഹിച്ച പീഡാസഹനങ്ങളെ ഒന്നോർത്താൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അത് ഉറപ്പാണ്. കാൽവരി കുരിശ് ഒരിക്കൽ നിന്ദയുടെ സ്ഥാനമായിരുന്നുവെങ്കിലും ഒടുവിൽ അത് വിശ്വാസികളുടെ പ്രശംസാ സ്ഥാനമായി തീർന്നു. കുരിശ് നമുക്ക് പ്രത്യാശ നൽകുന്നു. അനുദിനം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ